ഗാന്ധിജി സംഘത്തെക്കുറിച്ച് പറഞ്ഞത് എനിക്ക് സാധിക്കാത്തത് നിങ്ങൾക്ക് സാധിച്ചുവെന്നാണ്. മറ്റാർക്കും ഈ രാജ്യത്ത് സാധിച്ചെടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യം സാധിച്ചത് സംഘത്തിലൂടെയായിരുന്നു. വാർത്തയിൽ വന്നിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഡോക്ടർ ജിയെ കണ്ട് സംസാരിച്ചു എന്നാണ് എൻ്റെ അറിവ്. അന്ന് ഇങ്ങനെയൊരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എന്നായിരുന്നു ഗാന്ധിജി ഒപ്പമുണ്ടായിരുന്നവരോട് പറഞ്ഞത്. ഇത്ര വലിയ അത്ഭുതം സാധിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം ഭാരതത്തിൻ്റെ ഏറ്റവും വിജയശ്രീലാളിതനായ പുത്രനാണ് എന്ന് വരെ വിശേഷണങ്ങളുണ്ടായി പിൽക്കാലത്ത്. സംഘം ഒരേ ജപം, സംഘം എന്ന് പറയുന്ന ഒറ്റ ജപം ജീവിതത്തിൽ ഒരു ചര്യയായി കൊണ്ട് നടന്ന, അതുമാത്രമായിട്ട് ജീവിതത്തിനെ മുഴുവനായി തന്നെ ഭാരതാംബയ്ക്ക് വേണ്ടി അർപ്പിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ഓർമ്മ ദിനമാണ്, സ്മരണ ദിനമാണ്. ഡോക്ടർ ജി എന്ന വലിയ മനുഷ്യനെ എങ്ങനെ ഓർക്കാം? ഡോക്ടർ ജിയെ ഓർക്കുക എന്ന് പറയുമ്പോൾ ഒരു അതുല്യ പ്രതിഭാശാലി, യുണീക്ക് പേഴ്സണാലിറ്റി, അതുപോലത്തെ ഒരാൾ ഭാരതത്തിൽ ജനിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. നമ്മളിപ്പോൾ സാധാരണ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്നൊക്കെ നമ്മൾ കാണുന്നു, ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു. ആ ഗാന്ധിജി പോലും പറഞ്ഞത് എനിക്ക് സാധിക്കാത്തത് താങ്കൾക്ക് കഴിഞ്ഞു എന്നാണ്. അത് വാർധയിൽ 1935 35 അന്നൊരു ക്യാമ്പ് നടന്നു, ശിബിരം നടന്നിരുന്നു സംഘത്തിൻ്റെ. അപ്പം അതിൻ്റെ തൊട്ടടുത്താണ് ബജാജ് കുടുംബം കോൺഗ്രസിൻ്റെ വലിയൊരു അടുത്ത ആൾക്കാരാണ്, വലിയ സമ്പന്നരുമാണ്. കോൺഗ്രസിന് സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കാനൊക്കെ ധാരാളം മുന്നിലുണ്ട്. ആ വീട്ടിൽ വന്ന് അദ്ദേഹം താമസിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ ഞാൻ ആ ഗ്രൗണ്ട് കണ്ടിട്ടുണ്ട്. തൊട്ട് മുന്നിലായിരുന്നു ഈ ക്യാമ്പ് നടന്നിരുന്നത്. അപ്പോൾ അവിടെ ഈ ഘോഷിൻ്റെ കൊട്ടുന്ന ശബ്ദമൊക്കെ കേട്ടപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു ഗാന്ധിജി. അപ്പോൾ എനിക്ക് ഇതാണ്, അപ്പോൾ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ അവർ ബജാജ് അറിയിച്ചു ഈ ക്യാമ്പിൽ ഇങ്ങനെ ഗാന്ധിജിക്ക് വരണം. അപ്പോൾ എല്ലാവരും സന്തോഷമായി. ഗാന്ധിജി വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരുമിച്ച് ജീവിതം, ഒരുമിച്ച് ഭക്ഷണം, ഒരുമിച്ച് കിടക്കുന്നു, ഇതൊക്കെ കണ്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് ഈ സംഘാടകരോട് ചോദിച്ചു, ശിബിരത്തിൻ്റെ ക്യാമ്പിൻ്റെ പ്രധാന ആൾക്കാർ ഇതിൽ ഏതൊക്കെ ജാതിക്കാരുണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഏത് ജാതിക്കാരാണെന്ന് അറിയ പോലും ഇല്ല, എല്ലാ ജാതിക്കാരും ഉണ്ട്. അപ്പോൾ എനിക്ക് അവരോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗാന്ധിജി ഓരോരുത്തരെ വിളിച്ചിട്ട് നിങ്ങളെന്താ ജാതി, എനിക്കൊന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്, വേറെ ഒന്നിനെന്ന്. അപ്പോൾ അവർ മനസ്സിലുള്ള ജാതി പറഞ്ഞു. അപ്പോൾ വളരെ അന്നത്തെ കാലത്തെ അസ്പൃശ്യർ, അൺടച്ചബിൾ എന്ന് പറയുന്ന ആൾക്കാർ അവരുണ്ട്. അപ്പോൾ ഇതിൽ ബ്രാഹ്മണിക് പോലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ, ഒരുമിച്ച് താമസിക്കാനൊക്കെ ബുദ്ധിമുട്ടില്ലേ? ഞങ്ങളത് ഓർക്കാറ് പോലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആരാ സ്ഥാപിച്ചത്? അപ്പോൾ ഡോക്ടർ ഹെഡ്ഗവാർ. അപ്പോൾ അദ്ദേഹത്തിന് എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം 2 ദിവസം കഴിഞ്ഞ് ശിബിരത്തിൽ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ തന്നെ ഉണ്ടാകും, എനിക്ക് അദ്ദേഹത്തിനെ കാണണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ശിബിരത്തിൽ വന്ന് അദ്ദേഹത്തിനെ വളരെ ആചാരത്തോടുകൂടി തന്നെ ഘോഷത്തോടുകൂടി അദ്ദേഹത്തിന് സ്വീകരിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം പ്രാർത്ഥന പാടി, കൈ നെഞ്ചിൽ വെച്ചു, നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്നുള്ള പ്രാർത്ഥന പാടി. അന്ന് അദ്ദേഹം ഡോക്ടർ ഹെഡ്ഗവാറിനോട് പറഞ്ഞത്, ഞാൻ പരീക്ഷിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളിൽ താങ്കൾ വിജയിച്ചു എന്നാണ്. കാരണം ഗാന്ധിജി ഈ അസ്പൃശ്യതയ്ക്കെതിരെ ധാരാളം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ ആരും കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം വളരെയധികം എന്താ പറയുക, പുച്ഛവും പരിഹാസവും എല്ലായിട്ടും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ ഹെഡ്ഗവാർ ഇതൊരു അങ്ങനത്തെ വലിയ അതിന് വേണ്ടിയിട്ടൊരു ക്യാമ്പയിൻ നടത്തുകയൊന്നും ചെയ്യാതെ വളരെ കൂളായിട്ട് ദൈനംദിന ശാഖ എന്ന് പറയുന്ന 1 മണിക്കൂർ പരിപാടി, ലോകത്ത് ആരും ഒരു സംഘടനാ നേതാവും സംഘടനാ പ്രവർത്തകനും ഇന്നേവരെ അങ്ങനത്തെ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടില്ല. അദ്ദേഹം ആ ഒരു പ്രവർത്തനത്തിൽ കൂടെ അദ്ദേഹം വളരെ കൂളായിട്ട് ഈ ജാതി വ്യവസ്ഥ എന്നുള്ളതിനെ സ്വയംസേവകരുടെ നാട്ടുകാരുടെ സംഘമായിട്ട് ബന്ധപ്പെട്ടവരുടെ മനസ്സിൽ നിന്ന് പറിച്ചെറിഞ്ഞു. അതാണ് മഹാത്മാഗാന്ധിജിക്ക് സംഘത്തിനോട്. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും സംഘത്തിൻ്റെ പരിപാടിക്കൊക്കെ വന്നിട്ടൊക്കെ, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വന്നിട്ടുണ്ട് ഡൽഹിയിലൊക്കെ. അന്ന് അദ്ദേഹത്തിന് ഒരു ബിർള മന്ദിരത്തിലേക്ക് അദ്ദേഹം പോകുമ്പോൾ ഇതേപോലുള്ള അസ്പൃശ്യ വിഭാഗം, സോക്കോൾഡ് അസ്പൃശ്യ വിഭാഗത്തിൽപ്പെട്ടൊരു കുട്ടിയെ കൊണ്ടുപോയ സമയത്ത് ഓർത്തഡോക്സ് ആയുള്ള ഹിന്ദുക്കൾ തടഞ്ഞു. ആ കൊച്ചിനെ കൊണ്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അന്ന് സംഘത്തിൻ്റെ അവിടുത്തെ പ്രാന്തപ്രചാരക്കാരുന്ന വസന്തറാവു ഒക്കെയാണ് ആ കുട്ടിയെ തോളിലേറ്റിട്ട് കൊണ്ട് നിങ്ങൾ കഴിയുണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ തടയുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ ഹെഡ്ഗവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 മണിക്കൂർ ശാഖാപ്രവർത്തനത്തിൽ കൂടെ സംഘത്തിൽ വരുന്ന സ്വയംസേവകർക്ക് രാജ്യസ്നേഹവും വ്യക്തിചാരിത്യവും നിർമ്മിച്ച് അവർ വഴി രാഷ്ട്രത്തിൻ്റെ പരമവിഭവം നേടുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അദ്ദേഹത്തിന്. അല്ലാതെ ആദ്യം ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഒരു പ്രമേയം പാസ്സാക്കി അങ്ങനെയല്ല. കുറച്ച് 10-13 കുട്ടികളെ വിളിച്ചു കൂട്ടി അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറേ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ റൂമിൽ തന്നെ ഇരുന്നുകൊണ്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, ഇന്ന് നമ്മൾ സംഘം തുടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് മോഹിതവാഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കളികളും കാര്യങ്ങളും, അതെനിക്കാണ് ഗീതവും, പിന്നെ അവർ ചർച്ചകളും ഒക്കെ ചെയ്തിട്ട് അദ്ദേഹം തുടങ്ങി.
അപ്പോൾ ഇത് ഒരു പവർ ഹൗസ് പോലെ, ജനറേറ്റർ പോലെയാണ്, ഈ പവർ ഹൗസ് പോലെയാണ് ഈ സംഘത്തിൻ്റെ ശാഖാപ്രവർത്തനം അദ്ദേഹം കണ്ടത്. ഈ പവർ ഹൗസിൽ നിന്ന് ഊർജം ഏറ്റെടുത്തുകൊണ്ട് അവർ ദേശീയ ജീവിതത്തിൻ്റെ ബഹുമുഖ രംഗത്ത് പ്രവർത്തിച്ചിട്ട് അവർ സംശുദ്ധമായ ഒരു ജീവിതത്തിനുടമകളായിരിക്കണം അവർ. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പോകുന്ന ആൾക്ക് സംശുദ്ധമായ ജീവിതത്തിനുടമയല്ലെങ്കിൽ അയാൾ രാഷ്ട്രീയത്തിൽ ചെന്ന് അഴിമതി കാണിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ വിദ്യാർത്ഥി രംഗത്ത്, തൊഴിലാളി രംഗത്തൊക്കെ സംശുദ്ധമായ ജീവിതം വേണം. ആ ജീവിതം സംഘത്തിൻ്റെ ശാഖകളിൽ കൂടിയാണ് മോൾഡ് ചെയ്തെടുക്കുന്നത്. അതൊരു വ്യക്തി നിർമ്മാണ പ്രക്രിയയാണ്. അതിന് പറയുക വ്യക്തി നിർമ്മാണമാണ്. ഈ വ്യക്തി നിർമ്മാണത്തിൽ കൂടെ ആളുകളെ സമൂഹത്തിൻ്റെ വിവിധ രംഗത്ത് കൊണ്ടുപോവുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് നോക്കിയാൽ തന്നെ കാണുന്നത് ഇന്നത്തെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി സ്വയംസേവനാണ്, പ്രചാരകനാണ്. അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് പരമവൈഭവം എന്ന് മാത്രമേ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമുള്ളൂ. സ്വന്തം ജീവിതമോ സ്വന്തം പേഴ്സണൽ കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. അതുപോലെ ഏത് രംഗത്തും പോകുന്ന ആൾക്കാരും അവർ ഇതിൽ നിന്നുള്ള പവർ ഹൗസിൽ നിന്നുള്ള എനർജി സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ്. ആ ഒരു പ്രത്യേക രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള സംഘടനാ രീതി ലോകത്താരും ചെയ്യാത്തൊരു സംഘടനാ രീതിയാണ് ഡോക്ടർ ഹെഡ്ഗവാർ എന്ന് പറയുന്ന പൂജനീയ ഡോക്ടർ ജി, സംഘത്തിൻ്റെ ആദ്യ സർസംഘചാലകൻ, അദ്ദേഹം രൂപീകരിച്ചു. അതുകൊണ്ട് അദ്ദേഹം എന്ത് പറ്റും, അദ്ദേഹത്തിൻ്റെ സംശുദ്ധമായ സ്വഭാവവിശേഷം കൊണ്ട് അദ്ദേഹം ഡോക്ടർ പരീക്ഷ പാസ്സായ ആളാണ്. അന്ന് 35 വയസ്സുണ്ട്. അന്നാണ് 13, 14, 12 വയസ്സായ കുട്ടികളെ വെച്ചുകൊണ്ട് ഈ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു സ്വയം മാതൃകയാക്കി. അദ്ദേഹം സ്വയം എരിഞ്ഞു തീരുന്ന ഒരു ദീപമായിട്ട് മാറിയിട്ട് ആ ദീപത്തിൽ നിന്ന് അനവധി ദീപങ്ങൾ കൊളുത്തി വയ്ക്കുന്ന പ്രക്രിയയാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അതാണ് ഇന്നിപ്പോൾ ഡോക്ടർ ഹെഡ്ഗവാർ ദിവംഗതനായിട്ട് 86 വർഷമായി. പക്ഷെ ഇന്നും സംഘത്തിലെ ആളുകളുടെ സംബന്ധിച്ച് മനസ്സിൽ അദ്ദേഹം കത്തി നിൽക്കുന്ന ഒരു പ്രതീകമാണ്. അതിനുശേഷം അദ്ദേഹം അതേപോലെ തന്നെ കഴിവുള്ള അതീവ സമർത്ഥനായിട്ടുള്ള പൂജനീയ ഗുരുജി ഗോൾവാൾക്കറെ അടുത്ത സർസംഘചാലകനായിട്ട് അദ്ദേഹം കണ്ടെത്തി. ഗുരുജി 33 വർഷക്കാലം സംഘപ്രവർത്തനം അദ്ദേഹം സംഘടനയെ വളർത്തി. അതിനുശേഷം ബാലാസാഹബ് ദേവറസ് എന്ന് പറയുന്ന മറ്റൊരു അതുല്യ പ്രതിഭ അദ്ദേഹം സർസംഘചാലകനായി. എമർജൻസി പോലത്തെ ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തമായ തീരുമാനങ്ങൾ കൊണ്ടാണ് ഈ രാജ്യം ശിഥിലമായി പോവാതിരുന്നത്. അത് വേറൊരു അവസരത്തിൽ ഞാൻ പറയാം, ബാലാസാഹബ് ദേവറസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ അതുപോലെ അനവധി ആളുകളെ അദ്ദേഹം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 100 വർഷമായിട്ട് അതിങ്ങനെ ആ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ RSSകാരൻ പ്രധാനമന്ത്രിയായി, RSSൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ആൾ രാഷ്ട്രപതിയായി, കുറേ പേര് ഗവർണർമാരായി, കുറേ പേര് മുഖ്യമന്ത്രി, ഇനി പരിപാടിയൊക്കെ കഴിഞ്ഞു, നമ്മുടെ ലക്ഷ്യമായി എന്നുള്ളതല്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പരമവൈഭവമാണ് രാഷ്ട്രത്തിൻ്റെ. അതിന് വ്യക്തികൾ, അദ്ദേഹം പറഞ്ഞിരുന്നു, ഗ്രാമങ്ങളിൽ ഉള്ള ജനസംഖ്യയുടെ ഒരു 60% ആൾക്കാർ, 60 ഒരു 30-35% ആൾക്കാർ സംഘത്തിൽ പ്രവർത്തകരായിട്ട് വന്നാൽ ആ ഗ്രാമത്തിൽ അതിൻ്റേതായുള്ള പ്രഭാവം ഉണ്ടാവും. സിറ്റിയിലാണെങ്കിൽ അതിൽ കൂടുതൽ വേണ്ടി വരും. സിറ്റിയുടെ സ്വഭാവം വേറെയാണ്. അപ്പോൾ അങ്ങനെ ജനങ്ങളുടെ ഇടയ്ക്ക് ഈ രൂപത്തിൽ ഈ സംഘടനയെ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് പകരുന്ന പോലെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു അസാമാന്യ സംഘടനാ സംവിധാനമാണ് അദ്ദേഹം കണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്നും ഓർക്കുന്നത്. അല്ലെങ്കിൽ ധാരാളം നേതാക്കന്മാർ വേണ്ട, അവരുടെ പേരിന് ചിലപ്പോൾ എന്തെങ്കിലും അനുസ്മരണം നടക്കും. പക്ഷേ ഡോക്ടർ ഹെഡ്ഗവാറിനെ എന്നും ഓർക്കുന്നു. ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് സംഘ സ്വയംസേവരോ അനുഭാവികളോ സംഘബന്ധുക്കളോ ഡോക്ടർ ഹെഡ്ഗവാറിനെ ഓർക്കുന്നു. ഇപ്പോൾ ഏതൊരു സംഘ സ്വയംസേവൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും കാണുന്ന 2 ഫോട്ടോ ആയിരിക്കും ഡോക്ടർ ഹെഡ്ഗവാറിൻ്റെയും ഗുരുജി ഗോൾവാൾക്കറുടെയും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചിലപ്പോൾ പ്രധാനമന്ത്രിയുടെ പടം ഉണ്ടായിന്ന് വരില്ല, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ഉണ്ടായിരുന്നു വരില്ല, ചിലപ്പോൾ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ ഉണ്ടായിന്ന് വരില്ല, ചിലപ്പോൾ അതുപോലെ ഉണ്ടായിന്ന് വരില്ല. പക്ഷേ ഈ 2 പേരുടെ പടം ഏതൊരു സ്വയംസേവൻ്റെ വീട്ടിൽ ചെന്നാൽ കാണും. കാരണം വെച്ചാൽ അവർ നാടിന് വേണ്ടി ചെയ്ത കോൺട്രിബ്യൂഷൻ അതാണ്. അത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംഘവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഏറ്റവും അറിയുന്നത്, ആദ്യം ഹിന്ദു രാഷ്ട്രമായാൽ സംഘത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയും. മറ്റൊന്ന് അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, രാഷ്ട്രത്തിൻ്റെ പൂർണ്ണ വികസനം പൂർത്തിയായാൽ, രാഷ്ട്രം ഏറ്റവും വലിയ സമ്പന്നമായിട്ട് ഭൗതിക സാഹചര്യങ്ങളെല്ലാം വികസിച്ച് എല്ലാവരും ധനികരായി മാറിയാൽ സംഘത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായോ എന്ന് ചോദിക്കും. അല്ല എന്ന്. ഓരോ വ്യക്തിയിലും അടിസ്ഥിതമായിട്ടുള്ള ഒരു വികാസത്തെയാണ് സംഘം ലക്ഷ്യം കാണുന്നത്. അപ്പോൾ ഡോക്ടർ ജി പരമമായിട്ട് പറഞ്ഞിരുന്നതും അതാണ് എന്നുള്ളതാണ്. ശാഖയിൽ ഞാൻ പോയിട്ടുണ്ട്. ശാഖയിൽ അതുകൊണ്ട് തന്നെ ശാഖയിൽ മറ്റൊന്നും സംസാരിക്കാറില്ല, മതത്തെപ്പറ്റി സംസാരിക്കാറില്ല, ഹിന്ദു രാഷ്ട്രമാകുന്ന മതത്തെ പറ്റിയിട്ട് ഒരിക്കലും സംസാരിക്കുന്നില്ല. രാഷ്ട്രീയത്തിലൂടെ രാജ്യത്തിനെ ഈ പറയുന്ന ധനാഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെ പറ്റിയിട്ട് അതിൻ്റെ അകത്ത് സംസാരിക്കാറില്ല. സംഘത്തിൻ്റെ ശാഖയിൽ സംസാരിക്കുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് വ്യക്തിത്വ വികാസം,
മറ്റൊന്ന് രാഷ്ട്രവികാസം. ഇതിലൂടെയാണോ പരമവൈഭവത്തിലേക്ക് എത്തുക? തീർച്ചയായിട്ടും അതിൽ പരമവിഭവത്തിലെത്തുന്ന അങ്ങനെ തന്നെയാണ്. വ്യക്തിചാരിത്രമുള്ള ആളുകളെ സൃഷ്ടിക്കുക. വ്യക്തിചാരിത്രം രാഷ്ട്രചാരിത്രം ഒരേപോലെയുള്ളത്, രണ്ടും രണ്ട് ചാരിത്രമാണ്. ഞാൻ ചിലപ്പോൾ നല്ലൊരു വ്യക്തിയായിരിക്കാം, പക്ഷേ രാഷ്ട്രത്തിന് എന്നെ കൊണ്ട് പ്രയോജനമില്ല. രാഷ്ട്ര കാര്യങ്ങൾ എനിക്ക് അതെന്തെങ്കിലുമൊക്കെ നടക്കട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഈ പാകിസ്ഥാൻ അവിടെ വന്ന് 14 പേരെ 12 പേരെ പഹൽഗാമിൽ കൊന്നു, 26 പേര്. 26 പേരെ കൊന്നു. എന്നാൽ അത് അവിടുത്തെ അല്ലേ, കാശ്മീരിലല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾ, ഞാൻ എത്ര നല്ല പരിശുദ്ധനായ മനുഷ്യനായാലും എന്നെക്കൊണ്ട് ഈ രാജ്യത്തിനൊരു ഗുണമില്ല. അതുപോലെ ആ കാര്യങ്ങളൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങൾ, രാഷ്ട്ര രക്ഷ. പക്ഷേ അതേസമയം വ്യക്തിജീവിതത്തിൽ ഞാൻ മോശക്കാരനാണ്. വ്യക്തിജീവിതത്തിൽ വ്യക്തി ചാരിത്രം എനിക്കില്ല, അതും ശരിയാവില്ല. അപ്പോൾ ഈ രണ്ട് വ്യക്തിചാരിത്രം രാഷ്ട്രചാരിത്രം ഒരേപോലെ സ്വന്തമായിട്ടുള്ള വ്യക്തികളെ സൃഷ്ടിക്കലാണ് RSS ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ ഹെഡ്ഗവാർ ഉദ്ദേശിച്ചത് അതാണ്. അതിൽ ഹിന്ദുരാഷ്ട്രം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമല്ല. കാരണം സംഘം അല്ലെങ്കിൽ ഡോക്ടർ ഹെഡ്ഗവാർ പറഞ്ഞത് ഇത് ഹിന്ദുരാഷ്ട്രമാണ് എന്നാണ്. ഇനി ഇത് സൃഷ്ടിക്കാനൊന്നുമില്ല, ഇത് ഹിന്ദുരാഷ്ട്രം തന്നെയാണ്. ഇനി ആരല്ല എന്ന് പറഞ്ഞാൽ ഇത് ഹിന്ദുരാഷ്ട്രമാണ്. കാരണം ഈ ഭാരതത്തിൻ്റെ ദേശീയ ജനത ഹിന്ദുക്കളാണ്. ഈ ഭാരതത്തിൻ്റെ ഓരോ മാനബിന്ദുക്കളെയും ആദരിക്കുന്നത് ജനത ഹിന്ദുക്കൾ. അതുകൊണ്ട് ഹിന്ദു ദേശീയ ജനതയായിട്ടുള്ള ഈ രാഷ്ട്രം ഹിന്ദു രാഷ്ട്രം തന്നെയാണ്, അതിന് സൃഷ്ടിക്കാനൊന്നുമില്ല. പക്ഷേ പരമവൈഭവം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നേരത്തെ പ്രിയൻ പറഞ്ഞ പോലെ വലിയൊരു സാമ്പത്തിക ശക്തിയാണ്, ഒന്നാം സാമ്പത്തിക ശക്തിയായി നമ്മൾ 2047 ആവണമെന്നാണല്ലോ പ്രധാനമന്ത്രി അതിനുള്ള ശ്രമത്തിലാണ്. അപ്പം അതുകൊണ്ട് മാത്രം നമ്മുടെ ഈ ലക്ഷ്യം പൂർത്തിയാവുന്നില്ല. ഇപ്പം അമേരിക്ക ഇത് വലിയൊരു ഇക്കോണമിയാണ്, ചൈന വലിയൊരു ഇക്കോണമിയാണ്. അതുപോലെ ആയതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ഭാരതത്തിന് ലോകത്തിന് കൊടുക്കാൻ കുറേയുണ്ട്. നമ്മുടെ സംസ്കാരം സനാതന ധർമ്മത്തിൽ നിന്ന് ലോകത്തിന് ദാനം ചെയ്യാൻ കുറേയുണ്ട്. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഇതാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എത്രയോ മതങ്ങളുണ്ട്. നമ്മൾ ഹിന്ദുത്വത്തിൻ്റെ മതമായിട്ടല്ല കണക്കാക്കുന്ന ഒരു ജീവിത രീതിയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഏകം സത് വിപ്ര ബഹുദാ വദന്തി. സത്യം എന്നുള്ളത് പലരും പല രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളവരാരുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മുടെ അനവധി കാര്യങ്ങളുണ്ട്, നമ്മുടേതായുള്ള തത്വശാസ്ത്രങ്ങളും വിശ്വാസങ്ങളും. ഈ വിശ്വാസങ്ങൾ ലോകത്തിന് മുഴുവൻ നമുക്ക് സംഭാവന ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മുടെ രാഷ്ട്രം പരമവിഭവത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ തത്വശാസ്ത്രം ലോകം മുഴുവൻ എത്തണം. ഇന്നിപ്പോൾ സംഘത്തിൻ്റെ പ്രവർത്തനം ഇല്ലാത്ത രാജ്യങ്ങൾ ചുരുക്കമാണ്. എല്ലാ സ്ഥലത്തും ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഭാരതീയരായ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നുള്ള ആ സംസ്കാരം അവിടുത്തെ ആൾക്കാർക്കും കിട്ടുന്ന ഒരു കാലം ഉണ്ടാവണം. അങ്ങനെ ലോകത്തിനെയും കൂടി നമ്മൾ ഇതനുസരിച്ച് ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തണം. ഇന്നിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള ഈ അരിഷിതാവസ്ഥകളും അനാവശ്യമായ യുദ്ധങ്ങളും ചൂഷണങ്ങളും, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെ ചൂഷണം ചെയ്യുന്നതും അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു അറുതി ഉണ്ടാവണം. ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ഹെഡ്ഗവാർ കണ്ട സംഗതി ഭാരതത്തിലൊരു ഭരണമാറ്റം കൊണ്ട് തീരുന്നൊരു കാര്യമല്ല. അത് വളരെയധികം മുന്നോട്ട് ഇനിയും പോകാനുണ്ട്. അതാണ് ഡോക്ടർ ഹെഡ്ഗവാറിനെ മറ്റുള്ള നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഇപ്പം മറ്റു പല ആൾക്കാരും തൽക്കാലം ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യ സമരക്കാലത്ത് സ്വാതന്ത്ര്യം കിട്ടണം, അത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളതിനെ പറ്റി ആർക്കും ഉത്തരം ഉണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടണം, നമ്മൾ പോകും, പിന്നെ നമ്മൾ ഭരിക്കും. പക്ഷെ എങ്ങനെ ഭരിക്കണം, ഏതുപോലെ ആവണം എന്നുള്ളതിനെപ്പറ്റി ടോട്ടൽ കൺഫ്യൂഷൻ ഉണ്ടായി. അതിൻ്റെ നമ്മൾ ഇത്രയും 10-75 കൊല്ലം നമ്മൾ അനുഭവിച്ചു അല്ലേ? അതെ. ഇപ്പോൾ ഡോക്ടർ ജി പറഞ്ഞത് നമുക്ക് സ്വാതന്ത്ര്യം വേണം. ഡോക്ടർ ജി സ്വയം സമരത്തിന് പോയി ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. അത് ഇപ്പോൾ നിങ്ങളുടെ സംഭാവന എന്താണ് RSS ചോദിക്കുന്ന ആൾക്കാരുണ്ട്, ഈ CPM കാരും കോൺഗ്രസ്സുകാരും. ഡോക്ടർ ഹെഡ്ഗവാർ ജയിലിൽ കിടന്നു എന്നുള്ളത് എഴുതിയിട്ടുള്ളത് EMS ആണ്. അതെ, ഡോക്ടർ ഹെഡ്ഗവാർ സ്വാതന്ത്ര്യ സമര സേനയായിരുന്നു, ജയിലിൽ കിടന്നിരുന്നുള്ളത്. അദ്ദേഹം സ്വയം ജയിലിൽ പോയി കിടന്നിരുന്നത്. അദ്ദേഹം സംഘടനയെ അതിൽ കൊണ്ടുപോയില്ല. കാരണം സംഘടന അന്ന് ചെറുതായിരുന്നു. ഇപ്പോൾ സംഘടന അന്ന് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് സംഘടനയെ കൊണ്ടുപോയി ആ സംഘടനയെ ബ്രിട്ടീഷുകാർ ആദ്യം അടിച്ചമർത്തുന്ന സംഘടന പിന്നെ ഉണ്ടാവില്ല. പക്ഷേ സ്വയംസേവർക്ക് ഇൻഡിവിജ്വലായിട്ട് പിന്നെ അന്നുള്ള ഒരു അംബ്രല ഓർഗനൈസേഷൻ കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ കീഴിലാണ് എല്ലാ സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. എല്ലാവരും സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും എല്ലാവരും സ്വാതന്ത്ര്യ സമരം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ വിശാലമായൊരു വലിയൊരു അംബ്രലയുടെ കൊടയുടെ കീഴിലാണ്. അതിൽ സംഘ സ്വയംസേവർക്ക് പങ്കെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അദ്ദേഹം കൊടുത്തിരുന്നു. അങ്ങനെ പക്ഷേ അതേസമയം സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ത് എന്നുള്ളതും കൂടി അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നു. അദ്ദേഹം ചിന്തിച്ചത് ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കൈവിരലിൽ എണ്ണാവുന്ന കുറച്ച് ആൾക്കാർ യൂറോപ്പിൽ നിന്ന് വന്ന് നമ്മളെ അടിമകളാക്കി പല സ്ഥലത്തു നിന്നും വന്നിട്ട്. നമ്മൾ വലിയ രാജ്യമാണ്, സമ്പദ് സമൃദ്ധിയുണ്ട്, തേനും പാലും ഒഴുകുന്ന നാടാണെന്ന് പറയുന്നു, സൈനിക ശക്തി എൻ്റെ എല്ലാം ഉണ്ട്. പക്ഷേ വിരലിൽ എണ്ണാവുന്ന കുറച്ച് വന്നപ്പോൾ നമ്മൾ അടിമകളാക്കുന്നു. ഇതിനൊരു പരിഹാരം എന്താണ് നോക്കുമ്പോൾ ദേശീയ ജനതയെ സംഘടിപ്പിക്കുക. ഭാരതത്തിൻ്റെ ദേശീയ ജനത ഹിന്ദുക്കളാണ്.
ദേശീയ ജനതയെ വ്യക്തി ചരിത്രവും രാഷ്ട്ര ചരിത്രവുമുള്ള വ്യക്തികളായിട്ട് വളർത്തിയെടുത്തിട്ട് അതുവഴി രാജ്യത്തിൻ്റെ പരമവിഭവത്തിലേക്ക് എത്തിക്കുക. ആരും ചിന്തിക്കാത്തതാണ്. അതായത് ശരിയായ ഡോക്ടറാണല്ലോ ഒരു അസുഖം വന്നാൽ ശരിയായ ഒരു മരുന്ന് കണ്ടുപിടിക്കുക. അല്ലാത്ത ഡോക്ടർ തലവേദന വന്നാൽ ബാം കൊടുക്കും, അല്ലെങ്കിൽ തലവേദന മാറാനുള്ള ഒരു പെയിൻ കില്ലർ തരും. ശരിയായ ഡോക്ടർ എന്തുകൊണ്ട് തലവേദന വന്നൊന്ന് കണ്ടുപിടിക്കും. ഡോക്ടർ ഹെഡ്ഗവാർ അങ്ങനെ ശരിയായ ഡോക്ടറായിരുന്നു ഭാരതത്തിനെ സംബന്ധിച്ച്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4Nനും കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എന്ന് വെച്ചാൽ ഫോർ, N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.